എല്ലാവർക്കും ധീമഹിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 150-ാമത്തെ നാമമാണ് അപഗ്രഥിക്കുന്നത്. അതിൻ്റെ ഉള്ളറകളിലേക്ക് നമുക്ക് കടന്നുകയല്ല. നിരവധ്യ എന്ന് പറയുന്ന നാമമാണ്. നിരവധ്യ, ഓം നിരവധ്യായൈ നമഃ എന്ന മന്ത്രരൂപേണ പറയാം. എന്താണ് ഈ നിരവധ്യ എന്ന് പറയുന്നത്? അവധ്യം എന്ന് വെച്ചാൽ നിന്ദ്യം അല്ലെങ്കിൽ നിന്ദിക്കപ്പെടേണ്ടത്. നിരവധ്യ എന്ന് പറഞ്ഞാൽ അവധ്യ അല്ലാത്തവൾ, നിന്ദിക്കപ്പെടേണ്ടതല്ലാത്തവൾ എന്നർത്ഥം. അല്ലെങ്കിൽ ആരോപണലേശമോ അപവാദലേശമോ കൂടാതെ, കളങ്കം ഒട്ടുമില്ലാതെ, കളങ്കം അശേഷം ഏൽക്കാത്തവൾ, ആരോപണമോ അപവാദമോ കളങ്കമോ അശേഷം ഏൽക്കാത്തവൾ എന്നുള്ള അർത്ഥത്തിലാണ് ഈ നിരവധ്യ എന്ന് പറയുന്നത്. സദാ വന്ധ്യയാണ്, എല്ലായ്പ്പോഴും വന്ദിക്കപ്പെടേണ്ടവളാണ്. സർവമംഗളകാരിണിയായതുകൊണ്ടാണ് ദേവി എല്ലാവർക്കും വന്ധ്യയായിരിക്കുന്നത്. കാരണം ദേവിയെ എല്ലാവരും ആരാധിക്കുന്നു. എവ്രിബഡി ബൗസ് ഡൗൺ ബിഫോർ ദേവി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മംഗളങ്ങൾക്കും മംഗളകാര്യങ്ങൾക്കും കാരണഭൂതയായവളായതുകൊണ്ടാണ് ദേവിയെ എല്ലാവരും വന്ദിക്കുന്നത് എന്നർത്ഥം. നിരവധ്യം നിരഞ്ജനം എന്ന ശ്രുതി ശ്വേതാശ്വത ഉപനിഷത്തിനെ കുറിച്ച് പരാമർശമുണ്ട്. അപ്പോൾ അത് അവധ്യം എന്ന് പറഞ്ഞാൽ നരകമെന്നും അർത്ഥമുണ്ട്. അതായത് നരകത്തിൽ വീഴാതെ തൻ്റെ ഭക്തരെ സദാ കാത്തിരക്ഷിക്കുന്നവൾ എന്നും വേണമെങ്കിൽ നിരവധ്യ എന്ന് പറയുന്ന ഈ നാമത്തിന് നമുക്ക് അർത്ഥം കൊടുക്കാമെന്നർത്ഥം. തസ്മാദഹർനിശം ദേവീം സംസ്മരേത് പുരുഷോയതി ന യാത്യവദ്യം നരകം സംക്ഷീണാശേഷപാദ എന്ന് പറയുന്നു. അപ്പോൾ രാവും പകലും, ഡേ ആൻഡ് നൈറ്റ് ദേവിയെ നമസ്കരിക്കുന്ന പുരുഷൻ സകല പാതകങ്ങളും നശിച്ച് ഏറ്റവും നിന്ദ്യമായിട്ടുള്ള നരകത്തെ പ്രാപിക്കുന്നതേ ഇല്ല. തസ്മാത് അഹർനിശം ദേവീം സംസ്മരേ പുരുഷോയതി ന യാത്യവദ്യം നരകം സംക്ഷീണാശേഷപാതക. ഇത് ഈ നരകമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ തർക്കമുണ്ട്. അത് വെറും ഒരു it's only a fiction of your imagination. There is no naraga, no surga, nothing of that kind, no hell and no heaven എന്നൊക്കെ പറയുമെങ്കിൽ പോലും അത് ഏകപുരാണ പ്രകാരം നരകങ്ങളുടെ എണ്ണം 26 കോടിയാണെന്നാണ് പറയുന്നത്. 26 കോടി നരകങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഈ നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചുമുള്ള ഇമാജിനേഷൻ എന്നൊക്കെ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പാപങ്ങളൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടും പുണ്യകർമ്മങ്ങൾ നിരന്തരം ചെയ്യാനും അല്ലെങ്കിൽ സൽക്കർമ്മങ്ങളിലേക്ക് നമ്മളെ നയിക്കാനും വേണ്ടിയിട്ടാണ് ഈ പാപത്തെക്കുറിച്ചും പുണ്യത്തെക്കുറിച്ചും അതേപോലെ തന്നെ നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചുമൊക്കെയുള്ള കൽപ്പനകൾ നമ്മളെ പുരാണ ഇതിഹാസങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതിനൊക്കെ തന്നെ ഓരോ ലക്ഷ്യമുണ്ടെന്നർത്ഥം. അപ്പോൾ ആ സത്യം, അതായത് ഇതൊക്കെ നമ്മൾ പണ്ടുകാലത്ത് പഠിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് പുണ്യകർമ്മങ്ങൾ ചെയ്യാനായിട്ടുള്ളൊരു താല്പര്യവും അതേപോലെ തന്നെ പാപകർമ്മങ്ങൾ അനുഷ്ഠിക്കാനായിട്ടുള്ള ഒരു വിപ്രതിപത്തിയും അല്ലെങ്കിൽ ഒരു നമുക്കൊരു അറപ്പ്. യു ഫീൽ റിലക്റ്റന്റ് ടു ഡു തിങ്സ് വിച്ച് വിൽ ബി ഹാർംഫുൾ ടു ദി പീപ്പിൾ അറൗണ്ട്. അങ്ങനെ ഉണ്ടാവും. ആൻഡ് യു ആർ ഓൾസോ ഈഗർ ടു ഡു തിങ്സ് വിച്ച് വിൽ ടേക്ക് യു ടു ഡിസി ഹൈറ്റ്സ് ഓഫ് ഗ്ലോറി ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. അങ്ങനെയുണ്ടല്ലോ. ആൻഡ് യു ബിലീവ് ദറ്റ് ആഫ്റ്റർ യുവർ ഡെത്ത് യു വിൽ ഗോ ടു ദി ഹെവൻ. ആൻഡ് ഇഫ് യു ഡു സംതിങ് വെരി വെരി ബാഡ് ഓർ ഹീനസ് യു വിൽ ഫോൾ ഇൻ ടു ദി ഡെപ്സ് ഓഫ് ദി അബിസ്മൽ ഡെപ്സ് ഓഫ് നരക. അങ്ങനെയുണ്ടല്ലോ നമുക്ക്. അപ്പം അങ്ങനെ പാപഭയവും ഈശ്വര വിശ്വാസവും ഒക്കെ തന്നെ ജീവിതമാകുന്ന രഥത്തിൻ്റെ 2 ചക്രങ്ങളാണെന്നൊക്കെ പറയും. അപ്പം അങ്ങനെ അവധ്യമായിട്ടുള്ള നിന്ദ്യമായിട്ടുള്ള അവസ്ഥ ഇല്ലാത്തവൾ നിരവധ്യയാണ്, അല്ലെങ്കിൽ അവധ്യ അല്ലാത്തവളാണ് ദേവി എന്നർത്ഥം. ആ ദേവിയുടെ പാദങ്ങളെ രാപ്പകൽ സ്മരിക്കുന്ന പുരുഷൻ സകല പാതകങ്ങളും നശിച്ച് നിന്ദ്യമായ നരകത്തെ പ്രാപിക്കാതെ രക്ഷപ്പെടുന്നു എന്നുള്ള സങ്കല്പം അത് വളരെ 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 വിശേഷമാണ്. അപ്പം അതുകൊണ്ട് നിരവധ്യ എന്ന് ഓം നിരവധ്യായി നമഃ എന്ന് നിരന്തരം ജപിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് പാപകർമ്മങ്ങളിൽ നിന്ന് രക്ഷപ്പെടാമെന്നർത്ഥം. നമ്മുടെ മോശപ്പെട്ട കർമ്മങ്ങളിൽ നിന്ന് ഉളവാകാവുന്ന ദുഷിച്ച ഫലങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം എന്ന ഒരു വിശ്വാസം. അപ്പോൾ അത് ഈ 150-ാമത്തെ നാമം അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ വളരെ ശ്രദ്ധേയമാണ്. ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് 151-ാമത്തെ നിരന്തര എന്ന് പറയുന്ന നാമത്തെക്കുറിച്ച് ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.